പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് CPM-ന്റെ 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് തിരശ്ശീല വീണു. ഈ സംസ്ഥാന സമ്മേളനത്തോടുകൂടി പാർട്ടി എന്നാൽ പിണറായി, പിണറായി എന്നാൽ പാർട്ടി എന്ന് പൊതുവിൽ ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട്. പിണറായിയാണ് അടുത്ത തവണ പാർട്ടിയെ നയിക്കുക എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട്. പിണറായിക്ക് പ്രായപരിധി ബാധകമല്ല എന്നുള്ള നിലയിൽ ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട്. പിണറായി വിജയന്റെ ചവിട്ടടിയിലാണ് പാർട്ടി എന്നുള്ള നിലയിൽ ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട്. പിണറായിയുടെ വെറും ആശ്രിത വത്സലൻ, വിശ്വസ്ത വിനീത വിധേയൻ മാത്രമാണ് MV ഗോവിന്ദൻ എന്നുള്ള വാർത്ത ഉയർന്നു വന്നിട്ടുണ്ട്. പിണറായി വിജയൻ സമഗ്രമായി തന്റെ സ്വാധീനം ഈ പാർട്ടിക്ക് മേൽ ചെലുത്തി കഴിഞ്ഞു എന്നുള്ള ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് ഒരുപാട് സൂചനകളുണ്ട്. പിണറായി വിജയനെ എതിർക്കുന്ന അല്ലെങ്കിൽ പിണറായി വിജയനെ എതിർക്കണമെന്ന് മനസ്സുകൊണ്ട് പോലും ചിന്തിക്കുന്ന ഒരാൾ പോലും ഈ പാർട്ടിയുടെ ഉന്നത സമിതികളിലില്ല എന്നുള്ളത് ഈ പാർട്ടി സമ്മേളനം കഴിഞ്ഞപ്പോൾ നമുക്ക് ബോധ്യമായ കാര്യമാണ്. നമ്മൾ കണ്ണൂർ മുതൽ ഇങ്ങോട്ട് എടുത്താൽ കണ്ണൂരെ തലമുതിർന്ന നേതാവായിട്ടുള്ള P. ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നില്ല. P. ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തുടർന്നു എങ്കിലും ചിറകരിഞ്ഞ നിലയിലാണ് P. ജയരാജൻ അവിടെ തുടർന്നിട്ടുള്ളത്. അവിടെ പിണറായി വിജയന്റെ ഏറാൻ മൂളിയായിട്ടുള്ള MV ജയരാജനാണ് അവിടുന്ന് സംസ്ഥാന സെക്രട്ടറിയിലേക്ക് വന്നിട്ടുള്ളത്. പിന്നീട് വന്നിട്ടുള്ളത് KK ശൈലജയാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിണറായി വിജയൻ രൂക്ഷമായി നോക്കാനുള്ള ശക്തി പോലും ഇല്ലാത്ത ഒരു വനിതയാണ് ഇപ്പൊ സംസ്ഥാന സെക്രട്ടറിയിൽ വന്നിരിക്കുന്ന KK ശൈലജ എന്ന് നമുക്കറിയാം. കോഴിക്കോട് നിന്ന് ഏക ഛത്രാധിപതിയായി നിൽക്കുന്നത് മുഹമ്മദ് റിയാസാണ്, നമുക്കറിയാം. അവിടുന്ന് P. മോഹനെയും ഇളമരം കരീമിനെയും ചവിട്ടി ദൂരെ കളഞ്ഞു. അത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് കളഞ്ഞതാണ്. ഇപ്പോഴും അവരങ്ങും അധികാരത്തിന്റെ അടുത്ത് പോലുമില്ല. അങ്ങനെ പോകുന്നു. പിന്നെ മലപ്പുറം, പാലക്കാട്, കണ്ണൂര് അവിടെ നിന്നും ആരും അങ്ങനെ ഇല്ല. പിണറായിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ആരും അതിനകത്തില്ല. എറണാകുളത്തേക്ക് വരുമ്പോൾ എറണാകുളത്തെ ശർമ്മയെ പോലുള്ളവരെയെല്ലാം ചവിട്ടി തൊഴിച്ച് ദൂരെ കളഞ്ഞു. പിണറായി വിജയന്റെ ഏറാൻ മൂളിയും ഈ പറഞ്ഞ പോലെ ആടുതല്ലിയും ഈ വിശ്വസ്ത വിനീത വിധേയമായിട്ടുള്ള CN മോഹനനെ അവിടുന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ നിങ്ങോട്ട് നോക്കിയാൽ നമുക്ക് എല്ലാ ജില്ലകളിൽ നമ്മൾ എടുത്തു നോക്കിയാൽ പിണറായി വിജയൻ എന്തെങ്കിലും വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന ഒരാൾ പോലും കമ്മിറ്റികളിലില്ല, അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇല്ല. നമുക്കറിയാം പിണറായി വിജയന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സമഗ്രാധിപത്യമാണ് എന്ന് ഉള്ളത് നമുക്കറിയാം. P. ജയരാജൻ ഈ പറഞ്ഞ പോലെ ബാലഗോപാല് അവരൊന്നും പിണറായി വിജയനൊന്നും ഒരു പ്രശ്നമില്ല. അവരൊന്നും P. രാജീവ്, K. ബിജു, പിന്നുള്ളത് മരുമകൻ, പിന്നുള്ളത് M. സ്വരാജ്. അപ്പൊ പൊതുവിൽ നമ്മൾ നോക്കുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് ഈ പാർട്ടി സംഘടനാ സംവിധാനത്തിന് മേൽ സമഗ്രാധിപത്യം ഉണ്ട് എന്ന് നമുക്ക് തോന്നും. ഈ പാർട്ടിക്ക് മേൽ സർവ്വസൈന്യാധിപനായി പിണറായി വിജയൻ അങ്ങനെ നെഞ്ചു വിരിച്ച് നിൽക്കുകയാണ് എന്നുള്ളതാണ് ചർച്ച. സുഹൃത്തുക്കളെ, എനിക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ പാർട്ടിക്ക് മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പാർട്ടിയുടെ സർവ്വസൈന്യാധിപനായി നിൽക്കുന്നത് പിണറായി വിജയനാണ് എന്ന് നമുക്ക് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ഈ പാർട്ടിക്ക് മേൽ പിടിമുറുക്കിയിരിക്കുന്നത് പിണറായി വിജയനല്ല എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. പാർട്ടിക്ക് മേൽ പിടിമുറുക്കിയിരിക്കുന്നത് പിണറായി വിജയനാണെന്ന് പുറമെ നമുക്ക് തോന്നാം. പുറമെ അത് തന്നെയാണ് ചർച്ച. പാർട്ടി എന്നാൽ പിണറായി, പിണറായി എന്നാൽ പാർട്ടി എന്നാണ് ചർച്ച. പാർട്ടിയെ ഭാവിയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി നയിക്കും എന്നാണ് ചർച്ച. പാർട്ടിക്ക് ഈ പിണറായിക്ക് പ്രായപരിധി ബാധകമല്ല എന്നാണ് ചർച്ച. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ MV ഗോവിന്ദൻ പിണറായി വിജയൻ പറയുന്നിടത്ത് തുല്യം ചേർത്താൻ നിൽക്കുന്നയാളാണ് എന്നാണ് ചർച്ച. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പുറമെ തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ പാർട്ടിക്ക് മേൽ പിടിമുറുക്കിയിരിക്കുന്ന, അതോടൊപ്പം തന്നെ പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരിന് മേൽ പിടിമുറുക്കിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ
പിണറായി വിജയനല്ല, മറിച്ച് ഒരു ബ്യൂറോക്രാറ്റ് ആയിട്ടുള്ള ഡോക്ടർ KM എബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. ആരാണ് ഈ KM എബ്രഹാം? KM എബ്രഹാം നമ്മുടെ ബുദ്ധിമാനായിട്ടുള്ള ഒരു ബ്യൂറോക്രാറ്റാണ്. അയാള് പിന്നെ IAS കാരനാണ്, ധനകാര്യ സെക്രട്ടറി ഒക്കെ ആയിരുന്നു, ഉമ്മൻചാണ്ടിയുടെ ഒക്കെ വളരെ വേണ്ടപ്പെട്ടവനായിരുന്നു. അയാളെക്കുറിച്ച് ആദ്യം നമ്മൾ കേൾക്കുന്നത് എന്താണ്? അയാളെക്കുറിച്ച് ആദ്യം നമ്മൾ കേൾക്കുന്നത് 2001-2006 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ADBയിൽ നിന്ന് 1200 കോടി രൂപയുടെ വായ്പ എടുത്തു. ആ വായ്പ എടുത്തിട്ട് മോഡേണൈസേഷൻ ഇൻ ഗവൺമെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് പ്രോഗ്രാമുകളെല്ലാം നവീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ADB എന്ന് പറയുന്ന അന്താരാഷ്ട്ര ധനകാര്യ ഏജൻസി അവരിൽ നിന്ന് 1200 കോടി രൂപ ഉമ്മൻചാണ്ടി സർക്കാർ വാങ്ങിയിരുന്നു. വെച്ചാൽ സർക്കാരിനെ മൊത്തത്തിൽ ഒന്ന് കൈകാര്യം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ അന്താരാഷ്ട്ര ധനകാര്യ ഏജൻസിയുടെ ഒരു പദ്ധതിയായിരുന്നു മോഡേണൈസേഷൻ ഗവൺമെന്റ് പ്രോഗ്രാം. അതിന്റെ ചുമതല ഉമ്മൻചാണ്ടി സർക്കാർ ഏൽപ്പിച്ചിരുന്നത് ഈ ഡോക്ടർ KM എബ്രഹാം എന്ന് പറയുന്ന ഈ IAS ഉദ്യോഗസ്ഥനെ ആയിരുന്നു. IAS ഉദ്യോഗസ്ഥൻ അന്ന് ഒരു വിവാദ പുരുഷനായത് എപ്പോഴാണ്? എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനോട് അടുത്താണെന്ന് തോന്നുന്നു. അന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ മോഡേണൈസേഷൻ ഗവൺമെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഈ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ KM എബ്രഹാമിനെ ഞാൻ അധികാരത്തിൽ വന്നാൽ കരണക്കുറ്റിക്കിട്ട് അടി നൽകി പറഞ്ഞുവിടും എന്ന് പറഞ്ഞപ്പോഴാണ് ഈ KM എബ്രഹാം അന്ന് അതൊരു വിവാദ പുരുഷനായി മാറി. വലിയ തോതിലുള്ള എതിർപ്പുകൾ ഉയർന്നു. പാർട്ടിക്കകത്ത് തന്നെ VS-നെതിരായിട്ട് വലിയ എതിർപ്പുകൾ ഉയർന്നു. പിണറായി പോലും അന്ന് VS-നെതിരായിട്ടുള്ള നിലപാടന്ന് എടുത്തു. പക്ഷെ VS അതിൽ നിലപാടിൽ ഉറച്ചു നിന്നു. VS മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ കുറച്ചു കാലം ഇയാളെ പിന്നെ കേൾക്കാനുണ്ടായിരുന്നില്ല. ഇയാളെന്തോ അവധിയൊക്കെ എടുത്തിട്ട് ഇവിടെ അന്താരാഷ്ട്ര ധനകാര്യ ADBയിലും മറ്റാണോ എനിക്കറിയില്ല, ഇവിടുന്ന് കുറെ ആൾ പുറത്തേക്ക് അയാൾ പോയിരുന്നു. പക്ഷെ 2016 പിണറായി തിരിച്ചു വന്നപ്പോൾ ഇയാൾ സർവശക്തനായി തിരിച്ചു വന്നു. അയാൾ സർവശക്തനായി തിരിച്ചു വന്നിട്ട് പിണറായി വിജയന്റെ ഏതാണ്ട് ഒരു പ്രൈവറ്റ് സെക്രട്ടറി പോലുള്ള ഒരു വലിയ ഉന്നതമായിട്ടുള്ള ഓഫീസർ ഒരു ഓഫീസർ എന്നുള്ള നിലയിൽ തത്തുല്യമായിട്ടുള്ള ഒരു വലിയ അധികാര സ്ഥാനത്ത് അയാൾ നിയമിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ അയാളെ സർവതന്ത്ര സ്വതന്ത്രനായി പിണറായി വിജയന്റെ ഓഫീസിൽ നിയമിക്കാൻ ഒരു കാരണമുണ്ടായി. ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ലാവലിൻ കേസിൽ 72ാം സാക്ഷിയായിരുന്നു ഈ KM എബ്രഹാം. CBIക്ക് ലാവലിൻ കേസിൽ KM എബ്രഹാം കൊടുത്ത മൊഴി പിണറായി വിജയനെതിരായിട്ടായിരുന്നു. ഈ വായ്പ ലാവലിൻ കമ്പനിയിൽ നിന്ന് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അതിനേക്കാളും കുറഞ്ഞ പലിശയ്ക്ക് ഇന്ത്യയിൽ ഏതോ ഒരു പൊതുമേഖലാ സ്ഥാപനം പവർ ഫിനാൻസ് കോർപ്പറേഷൻ ആണെന്ന് തോന്നുന്നു, അവിടെ നിന്ന് മറ്റേ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൊഴിയാണ് ഈ KM എബ്രഹാം കൊടുത്തിരുന്നത്. അതിൽ 72ാം സാക്ഷിയായിരുന്നു. അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ദൗർബല്യം. എന്തായാലും പിണറായി വിജയൻ വന്നതോടുകൂടി അയാൾ തിരിച്ച് അതിശക്തനായി അയാൾ തിരിച്ചു വന്നു. പിന്നെ നമ്മൾ കാണുന്നത് അയാള് പിണറായി വിജയന്റെ ഓഫീസിൽ തന്റെ സ്വാധീനം അടിക്കടി ശക്തിപ്പെടുത്തുന്നതാണ്. അല്ലെങ്കിൽ മറുതരത്തിൽ പറഞ്ഞാൽ പിണറായി വിജയൻ അയാൾക്ക് വിധേയനാവുന്നതാണ് പിണറായി വിജയന്റെ ഓഫീസിൽ നമ്മൾ കണ്ടത്. അയാൾ ആ പ്രൈവറ്റ് സെക്രട്ടറി പോലുള്ള സ്ഥാനത്ത് ഓഫീസർ ചീഫ് ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ അങ്ങോട്ട് പറഞ്ഞ് അവിടെ ഇരുന്നു. കിഫ്ബി എന്ന് പറഞ്ഞൊരു സംവിധാനം വന്നല്ലോ, അതൊരു സമാന്തര സർക്കാരാണ്. അത് വന്നപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരനായിട്ട് അയാൾ മാറി. പിന്നെ കേരള ഇൻഫർമേഷൻ ഡിസ്ക് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, അതിന്റെ ചുമതലക്കാരനായി അയാൾ മാറി. എന്തായാലും അയാൾ പിണറായി വിജയന്റെ ഓഫീസിൽ ഒരു സമഗ്ര സാന്നിധ്യമായി അയാൾ മാറി. അയാൾ പറയുന്ന റിട്ടയർ ചെയ്ത IAS ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ പിണറായി വിജയൻ അയാൾ പറയുന്ന സ്ഥലത്ത് നിയമിക്കും. അങ്ങനെ അയാൾ പറഞ്ഞ് റിട്ടയർ ചെയ്തിട്ടുള്ള പല IAS ഉദ്യോഗസ്ഥന്മാർ നിർണായകമായിട്ടുള്ള സ്ഥാനത്തിരിപ്പുണ്ട്. ഫലത്തിൽ ഇന്ന് അയാളൊരു സമാന്തര സർക്കാരായി പിണറായി വിജയന്റെ ഓഫീസിൽ പടർന്നു പന്തലിച്ചു നിൽക്കുകയാണ് KM എബ്രഹാം. KM എബ്രഹാമാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ സാമ്രാജ്യത്വ ശക്തികൾക്ക് അനുസൃതമായി പിണറായി വിജയനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കുന്ന ഒരു അദൃശ്യ സാന്നിധ്യം. പുറമേ കാണുന്നത് പിണറായി വിജയൻ, പക്ഷെ പിണറായി വിജയന്റെ തലച്ചോറ് KM എബ്രഹാം. അതാണ് ഇന്നത്തെ അവസ്ഥ. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയൻ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച ഈ നവകേരളത്തിന്റെ പുതുവഴി എന്ന് പറയുന്ന ഈ രേഖ തയ്യാറാക്കിയത് തന്നെ
ഡോക്ടർ കെ എം എബ്രഹാമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കെ എം എബ്രഹാം പറഞ്ഞ വഴിയിലൂടെയാണ് പിണറായി വിജയൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് വസ്തുത. കേരളത്തിലെ CPM-നെ ഈ പറഞ്ഞതുപോലെ സാമ്രാജ്യത്വ ശക്തികളുടെ താല്പര്യത്തിനനുസരിച്ച് പരുവപ്പെടുത്തിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് കെ എം എബ്രഹാം. ആ കെ എം എബ്രഹാമാണ് പിണറായി വിജയനെ ഈ സ്വകാര്യവൽക്കരണത്തിന്റെയും ഈ സെസ്സിന്റെയും ഈ ടോളിന്റെയും ഈ യൂസർ ഫീയുടെയും ഈ നിബന്ധനകളില്ലാത്ത മുതൽ മുടക്ക് ഇതിന്റെയൊക്കെ വഴിയിലൂടെ കൊണ്ടുപോകുന്നത് എന്നതാണ് വസ്തുത. അതുകൊണ്ട് പുറമേ പിണറായി വിജയനാണ് ശക്തനും സർവാധികാരിയും ഏകഛത്രാധിപതിയെങ്കിലും പിണറായി വിജയന്റെ തലച്ചോറിനകത്തിരുന്ന് പിണറായി വിജയന് വേണ്ടി ചിന്തിക്കുകയും പിണറായി വിജയനെ ഏതൊക്കെ വഴിയിൽ കൂടി കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഉന്നതൻ, ആ അത്യുന്നതൻ ഡോക്ടർ കെ എം എബ്രഹാമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ അവസരത്തിൽ പറയാനുള്ളത്.